അപ്പോൾ ഒരു പ്രദേശവാസിയുടെ പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഡോർ തുറന്ന് ഇവിടെ വന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 ഡോറും ക്ലോസ്ഡാണ്. ഉള്ളിൽ വെച്ചിട്ട് ആ പെങ്കൊച്ച് നിലവിളിക്കണ്ടായിരുന്നു, അതേപോലെ എന്താ തോന്നുന്നു. അപ്പോൾ എനിക്ക് സംഭവം എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. പിന്നെ ഞാൻ അടുത്തുള്ള ആളെ വിളിക്കുകയായിരുന്നു. വിളിച്ച് പിന്നെ മൂപ്പർ ഇവിടെ ചാടി വന്ന് മറ്റേ പോലീസിനെയും ആംബുലൻസിനെയും അറിയിക്കുകയായിരുന്നു. പിന്നെ നമ്മൾക്കും ഡീറ്റെയിൽ ഒന്നും മുഴുവനായിട്ട് അവരെ കുറിച്ച് അറിയില്ല. അപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ട് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു. പിന്നെ ആംബുലൻസ് വന്ന് അവരെ കൊണ്ടുപോയി. സച്ചിൻ, ഇപ്പോൾ പ്രദേശവാസിയിൽ നിന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നതും സച്ചിൻ പറഞ്ഞ പോലെ തന്നെയാണ്. വലിയ ഈ ഒരു കുടുംബത്തെക്കുറിച്ച് അങ്ങനെ അത്ര വലിയ ഒരു വിവരങ്ങളൊന്നും പ്രദേശവാസികൾക്കും വലിയ ലഭ്യമല്ല. വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. എങ്കിലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചെ അവിടെ സംഭവിച്ചിരിക്കുന്നത്. പോലീസിൽ നിന്നും നമുക്ക് പ്രാഥമികമായി മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം, അതായത് ചന്ദ്രികയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നിലവിൽ മക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. സിന്ധൂരി. സച്ചിൻ, ഇപ്പോൾ ഈ ഒരു കുടുംബം വാടകയ്ക്ക് ഇവിടെ വന്ന് താമസിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയല്ലോ. ഈ ഭാര്യയുടെയും ഭർത്താവിന്റെയും മാതാപിതാക്കളെ കുറിച്ചോ അവരുടെ മറ്റ് ബന്ധുക്കളെ കുറിച്ചോ അവരുടെ പ്രതികരണങ്ങളെ കുറിച്ചോ വല്ലതും പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നിലവിൽ മൂത്ത കുട്ടി, അതായത് ഇരുവർക്കും 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടിയാണ് ഇപ്പോൾ രാജന്റെ കൂടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളത്. രണ്ടാമത്തെ കുട്ടിയുടെ മൊഴിയാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നും ലഭിച്ച വിവരവും അവർക്കും ഈ കുടുംബത്തെ പറ്റി കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. കാരണം ഈ അടുത്താണ് ഉപ്പുംപാടത്തേക്ക് ഇവര് വാടകയ്ക്ക് താമസം മാറിയത്. അതിനാൽ തന്നെ കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. സിന്ധൂരി. വ്യക്തമാണ് സച്ചിൻ. പാലക്കാട് ഉപ്പുംപാടത്ത് ഭർത്താവിന്റെ കുത്തേറ്റ് ഭാര്യ മരിച്ചു. ഉപ്പുംപാടം സ്വദേശി ചന്ദ്രികയാണ് മരിച്ചത്. വിവരങ്ങൾ എന്താണ് മരണ കാരണം അല്ലെ കൊലപാതക കാരണമെന്നുള്ള വിവരങ്ങളെക്കുറിച്ചുള്ള വ്യക്തത, പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു ദാരുണ കൃത്യത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി നമുക്ക് പോലീസിൽ നിന്നും അറിയുവാൻ സാധിക്കുന്നത്. സച്ചിൻ വള്ളിക്കാരാണ് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.